കുട്ടികളുടെ ജന്മവൈകല്യം, കുട്ടികളുടെ മാറാരോഗം, അപൂർവ രോഗം, ഒപ്പം മസ്കുലാർ ഡിസ്ട്രോഫി, മലയാളത്തിൽ പേശീക്ഷയം എന്നറിയപ്പെടുന്ന ലോകം മുഴുവൻ മാറാരോഗമെന്നും ഞങ്ങൾ ശാസ്ത്രജ്ഞരും ഗവേഷകരും ആധുനിക ശാസ്ത്ര ഗവേഷകരും മറ്റ് ഉന്നതരായ മെഡിക്കൽ ഗവേഷകരും മസ്കുലാർ ഡിസ്ട്രോഫി ആദ്യ സ്റ്റേജുകൾ അഥവാ ആദ്യ ഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു പരിധിവരെ മുഴുവനായി ഇല്ലെങ്കിലും ഭേദമാക്കാമെന്ന് കണ്ടെത്തുകയും ചെയ്ത സ്ഥിതിക്ക് ഈ മെസ്സേജ് നൽകുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെയും ബെസ്റ്റ് ഡീഡ് ലോക പുനരധിവാസ സംഘടനയുടെയും അധ്യക്ഷൻ, ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള നിലയിൽ ഇന്ന് ഈ മെസ്സേജ് നൽകുന്നത് ഹിസ് എക്സലൻസി ഓണറബിൾ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, മെഡിക്കൽ സയന്റിസ്റ്റ്, ഡയറക്ടർ AIMRC, ഒരു വൈദ്യശാസ്ത്ര ഗവേഷകൻ എന്നുള്ള നിലയിലും ഇന്ന് മാതൃഭൂമി പത്രം 2024 സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച മാതൃഭൂമിയിൽ വന്ന ഹൃദയഭേദകമായ എല്ലാ മാതാപിതാക്കൾക്കും മനസാക്ഷിയുള്ള മനുഷ്യർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. ആലത്തൂർ, പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലുള്ള മാധവി നിവാസിൽ ജയ എന്ന അമ്മയുടെ ജയന്റെയും ശാന്തകുമാരി അമ്മ എന്ന അമ്മയുടെയും മകൻ നിഖിൽ 16 വയസ്സ് മസ്കുലർ ഡിസ്ട്രോഫി അഥവാ പേശീക്ഷയം മൂലം ശരിയായ ചികിത്സയും ശരിയായ മരുന്നും ശരിയായ ഗവേഷണ ചികിത്സയും ശരിയായ ഡോക്ടർമാരെ കാണാത്തത് കൊണ്ട് മരിച്ചു. അവരുടെ മൂത്ത സഹോദരനും മരിച്ചു. സഹോദരി മാത്രം ഉണ്ട്. പൊതുവെ മസ്കുലർ ഡിസ്ട്രോഫി ആദ്യമായി പറയട്ടെ സ്ത്രീകൾക്ക്, ഫീമെയിൽസിന് വരാറില്ല. ഇത് പുരുഷന്മാരെയാണ്. ചിലവർക്ക് ജന്മനായും ചിലവർക്ക് 9-10 വയസ്സിന് ശേഷവും വരുന്നതെന്ന് ഞങ്ങൾ ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മസ്കുലർ ഡിസ്ട്രോഫി അഥവാ പേശീക്ഷയം അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം നൽകുന്നത് ചികിത്സയല്ല. ചികിത്സയ്ക്ക് നിങ്ങൾ വിദഗ്ധ ശാസ്ത്രീയ ഗവേഷണ കേന്ദ്രങ്ങളിൽ, വിദഗ്ധ ഹോസ്പിറ്റലുകളിൽ പോകണം. ഇത് ഇൻഫോർമേഷൻ പർപ്പസിന് വേണ്ടിയും മനസാക്ഷി മരവിക്കാത്ത മനുഷ്യർക്ക് അറിവ് പകർന്നു നൽകുന്നതിന് വേണ്ടി മാത്രമാണ്. ലീഗൽ വാണിംഗ്. ആദ്യമായി പറയട്ടെ, മസ്കുലർ ഡിസ്ട്രോഫി 9 തരമുണ്ടെന്ന് ഞങ്ങൾ ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഡുഷീൻ മസ്കുലർ ഡിസ്ട്രോഫി അഥവാ ഫെർമർ അഥവാ തുടയ്ക്ക് താഴെ, മുട്ടിന് താഴെ, കാലിൽ കട്ടിയുള്ള മസിലുകൾ വരുന്നതാണ് ഡുഷീൻ. ഇതാണ് ഇതിൽ ഏറ്റവും അപകടകരം. പിന്നെ മയോട്ടോണിക് മസ്കുലർ ഡിസ്ട്രോഫി അടക്കം ബാക്കിയുള്ള 8 എണ്ണം 3 ഘട്ടം വരെ ഒരു പരിധി വരെ ചികിത്സിച്ച് ഭേദമാക്കാൻ 18 വയസ്സിനുള്ളിൽ കിട്ടുമെങ്കിൽ എന്ന ഞങ്ങൾ ഗവേഷണത്തിൽ, വിദേശ ഗവേഷണത്തിലും ഓർത്തോ മോളിക്കുലർ മെഡിസിനിലും ന്യൂട്രീഷൻ തെറാപ്പിയിലും കനേഡിയൻ ചികിത്സാ രീതിയിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ലോക ജനതയോട് അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം അറിയിക്കുന്നു. കാരണം ഇന്ത്യയിലെ 90% ഡോക്ടർമാരും അപൂർവ രോഗങ്ങളിലും ജനിതക രോഗങ്ങളിലും ചികിത്സയില്ല അഥവാ മറ്റ് ഗവേഷണ ചികിത്സകരെയും മറ്റ് ഉന്നതരായ ശാസ്ത്രജ്ഞരെയും അപമാനിച്ച് പരിഹസിച്ച് ഇതിൽ ചികിത്സയില്ല, മരണമാണ് വഴി, നിങ്ങൾ അനുഭവിച്ചു, നിങ്ങളുടെ കുട്ടി ഉടൻ മരിക്കുമെന്ന് പറഞ്ഞ് അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയിൽ ഉന്നതരായ 2 ഉദ്യോഗസ്ഥരും അവരുടെ മക്കളും ചേർന്ന് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഈ ആധുനിക ഡോക്ടർമാരുടെ തെറ്റായ വഴിതെറ്റിക്കൽ നിമിത്തം അല്പം പഠിച്ച ഡോക്ടർമാരാണ് അഥവാ 1-2 ഡിഗ്രി പഠിച്ചവരാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. ചികിത്സ കിട്ടുന്ന, ഗവേഷണമുള്ള, ചികിത്സയുള്ള, ഭേദമാക്കാൻ കഴിയുന്ന പല രോഗങ്ങളെയും അപൂർവ രോഗങ്ങളുടെ കടത്തിൽപ്പെടുത്തി മനുഷ്യനെ ഭയപ്പെടുത്തുക എന്നുള്ളത് പുതിയ തലമുറയിലെ ഡോക്ടർമാരുടെ ഒരു വിരോധമായി, ഒരു മനുഷ്യാവകാശ ലംഘനമായി ഞങ്ങൾ കരുതുന്നു. ഇത് ഗൗരവമായ തെറ്റാണ്. അതിഗൗരവമായ ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. രക്ഷപ്പെടാൻ കഴിയുന്ന രോഗികളെ പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അവരെ മരണത്തിലേക്ക് തള്ളിവിടും. അപ്പോൾ ഇവിടെ മസ്കുലർ ഡിസ്ട്രോഫിയെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ വീണ്ടും പറയുന്നു, ഈ രോഗത്തിന് ഇന്ന് ഗവേഷണം നടത്തി അതിന്റെ മൂല കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ തുറന്നു പറയുന്നു, മസ്കുലർ ഡിസ്ട്രോഫി അഥവാ പേശീക്ഷയമുള്ള രോഗികളിൽ വിറ്റാമിൻ ഇ അഥവാ ടോക്കോഫെറിൽ അസിറ്റേറ്റ്, സെലീനിയം, കോഎൻസൈം Q10, യുബിഡികാറിനോൺ, അതുപോലെ ചെറുപയർ, മുളപ്പിച്ച ചെറുപയറിൽ മാത്രം കിട്ടുന്ന ലെസിറ്റിൻ, ബി കോംപ്ലക്സിലെ ചില ഘടകങ്ങൾ എന്നിവ വളരെ കുറവാണെന്നും ഒപ്പം വിറ്റാമിൻ സിയും ഇവരുടെ ശരീരത്തിൽ അസ്കോർബിക് ആസിഡും കുറവായിരിക്കുമെന്നും ഞങ്ങൾ ഗവേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള രോഗികളെയാണ് 9-10 വയസ്സിന് ശേഷം പേശീക്ഷയം എന്ന മാറാരോഗത്തിലേക്ക് എന്ന് പറയുന്ന പുതിയ തലമുറയിലെ മാറാരോഗം, അപൂർവ രോഗം എന്ന് പറയുന്ന ഈ പേശീക്ഷയം എന്ന രോഗത്തിലേക്ക് നയിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞരായ ഞങ്ങൾ ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ശരീരത്തിൽ കുറവ്, ന്യൂനത, എന്താണ് ഡെഫിഷ്യൻസി എന്ന് കണ്ടുപിടിച്ച് ആ പോഷകാഹാരം, വിറ്റാമിനോ മിനറലോ മൈക്രോ ന്യൂട്രിയൻസോ അഥവാ പ്രോട്ടീനോ അമിനോ ആസിഡോ ഫാറ്റോ കാർബോഹൈഡ്രേറ്റോ, ഇതിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. വിറ്റാമിൻസിനെയും മിനറൽസിനെയും ആണ് മൈക്രോ ന്യൂട്രിയൻസ്. ഈ കുറവുകൾ നികത്തിയാൽ 3 ഘട്ടം വരെ 30% മുതൽ 60% വരെ പേശീക്ഷയം മാറ്റാമെന്നും 4-5 ഘട്ടങ്ങളിൽ അഥവാ എമർജൻസിയിൽ ഇത് ബുദ്ധിമുട്ടാണെന്നും രോഗം ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അണഞ്ഞ അടുപ്പിൽ ഊതിയിട്ട് കാര്യമില്ല. ഇതൊരു നാടൻ ഭാഷയാണ്. അപ്പോൾ അല്പം തീയുണ്ടെങ്കിൽ നമുക്ക് കത്തിക്കാം. ഒരു കണ്ണുകുട്ടനെ അന്തനെ ഒരിക്കലും കാഴ്ചയുള്ളവനാക്കി മാറ്റാമെന്ന് ഒരു ഡോക്ടറും പറയില്ല, ഒരു ശാസ്ത്രജ്ഞനും പറയില്ല. പക്ഷെ അല്പം കാഴ്ചയുണ്ടെങ്കിൽ നമുക്ക് കാഴ്ച കൂട്ടാൻ ശ്രമിക്കാമെന്ന് പറയുന്നത് പോലെ ഈ മസ്കുലർ ഡിസ്ട്രോഫിയിൽ ദയവ് ചെയ്ത പൊതുജനങ്ങൾ എല്ലാവരും, ആരോഗ്യ പ്രവർത്തകരും പുതിയ തലമുറയിലെ MBBS MD ഡോക്ടർമാരും ഡിഗ്രിക്കാരും അറിവ് നേടണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത് ചികിത്സയില്ലെന്ന് പറഞ്ഞ മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇന്ന് ഭാരതത്തിലുണ്ട്. അറിവില്ലെങ്കിൽ സംസാരിക്കരുത്. കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും സഹായം ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള തത്വം മെഡിക്കൽ പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവർ പാലിക്കണമെന്ന് ഞങ്ങൾ ശാസ്ത്രജ്ഞർ ദയവ് ചെയ്ത് പുതിയ തലമുറയിലെ ഡോക്ടർമാരോട് ആവശ്യപ്പെടും. അറിയാത്ത കാര്യങ്ങളിൽ ചെന്ന് ജഡ്ജ്മെന്റ് എക്സിക്യൂട്ടീവ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പല മാതാപിതാക്കളും കുടുംബങ്ങളും ഇന്ന് ചികിത്സയില്ലാത്ത രോഗമെന്ന് പറഞ്ഞ് മനസ്സ് നേറി ആത്മഹത്യയിലേക്ക് പോകുന്നതായി ഞങ്ങൾ രാജ്യം മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുതരമായി ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയാണ് ഞങ്ങൾ പടപൊരുതുന്നത്. അപ്പോൾ തീർച്ചയായും ഈ മസ്കുലർ ഡിസ്ട്രോഫിക്ക് എന്താണ് ഡെഫിഷ്യൻസി, കുറവെന്നുള്ള ബ്ലഡ് ടെസ്റ്റ് സംശയമുണ്ടെങ്കിൽ എടുക്കുകയും അതിനുവേണ്ട ഉത്തമ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് റാഗി, ചെറുപയർ മുളപ്പിച്ചത്, മുതിര, മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ, പച്ചക്കറികൾ പകുതി വേവിച്ചത് അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറികൾ, പഴങ്ങൾ, വിറ്റാമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് അഥവാ പഴങ്ങൾ എന്നിവ മസ്കുലർ ഡിസ്ട്രോഫിയിൽ വളരെയധികം ഗുണം ചെയ്യുന്നു എന്ന് ഞങ്ങളുടെ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എല്ലാ മനുഷ്യരുടെയും അറിവിലേക്കായി പ്രാദേശിക ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് നൽകുന്നു. അതുകൊണ്ട് പേശീക്ഷയമുള്ളവർ തീർച്ചയായും
പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകതരം ഫുഡ് ഡയറ്റ് അഥവാ കോറ, ചാമ തുടങ്ങിയ ഭക്ഷണങ്ങളും ചെറുപയർ, മുതിര തുടങ്ങിയ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തണമെന്നും സൂര്യപ്രകാശം, ആവശ്യത്തിന് വെള്ളം കുടിക്കൽ, കൃത്യമായ 9 മണിക്കൂർ വരെ ഉറക്കം, 5 നേരമായിട്ടുള്ള ഭക്ഷണം ക്രമീകരിക്കൽ എന്നിവ മസ്കുലർ ഡിസ്ട്രോഫിയിൽ പ്രധാനം. അപ്പോൾ ഞങ്ങളുടെ ഗവേഷണം ഒന്ന് വിജയിച്ചു കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം ഒരു അപകടഘട്ടത്തിൽ രോഗികളെ കിട്ടിയ 4ാമത്തെ സ്റ്റേജ്, 5ാമത്തെ സ്റ്റേജിൽ ഈ പേശിക്ഷയം ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മരണം മാത്രമാണ് വഴി. അവസാനം കാർഡിയക് അറസ്റ്റ് അഥവാ ഹൃദയപേശികൾ നശിച്ച് ഹൃദയസ്തംഭനം വന്ന് രോഗികൾ മരിക്കുന്നു. ഈ അവസ്ഥ ഒഴിവാക്കണമെന്നും മികച്ച റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മികച്ച ഹോസ്പിറ്റലുകളിലോ ഗവേഷണ സ്ഥാപനങ്ങളിലോ ദയവ് ചെയ്ത് രോഗികൾ ചികിത്സ തേടണമെന്നും ശരിയായ യഥാർത്ഥ ഡോക്ടർമാരെ കണ്ടുമുട്ടണമെന്നും ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്, ജനറ്റിക്സ് അഥവാ ജനറ്റിക്സ്, ജനിതക രോഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ എന്നിവരാണ് മസ്കുലർ ഡിസ്ട്രോഫി കൈകാര്യം ചെയ്യുന്നത്. സാധാരണ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർക്ക് ഈ സബ്ജക്റ്റിൽ വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ തീർച്ചയായും ശരിയായ ഡോക്ടർമാരെയും ശരിയായ ഹോസ്പിറ്റലുകളും ശരിയായ ഗവേഷണ സ്ഥാപനങ്ങളെയും തിരഞ്ഞെടുക്കണമെന്ന് ദയവ് ചെയ്ത് എല്ലാ ഇത്തരത്തിലുള്ള രോഗികളോടും അവരുടെ മാതാപിതാക്കളോടും ലോക നന്മയ്ക്കായി, മനുഷ്യ നന്മയ്ക്കായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. താങ്ക് യു. ഇത് ഇൻഫോർമേഷൻ മാത്രമാണ്, ചികിത്സയല്ല, വിമർശനമല്ല. ലീഗൽ വാർണിംഗ് നൽകുന്നത് പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, മെഡിക്കൽ സയന്റിസ്റ്റ്, AIMRC, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെയും പുനരധിവാസ സംഘടനയുടെയും ലോക സമാധാന സംഘടനയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ്. താങ്ക് യു. വിത്ത് അതോറിറ്റി ആൻഡ് ഒതന്റിക്. അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം